20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള 5 പൊടികളാണ് ഞാനീ പറയാൻ പോകുന്നത്. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ടർമറിക് പൗഡർ. അതുപോലെ തന്നെ വേറെ 5 കൂട്ടങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, തക്കാളി, പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മളൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ആദ്യമേ തന്നെ പാൻ എടുത്ത് വെക്കുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുന്നു, തീ കത്തിക്കുന്നു. ഈ തീ കത്തിച്ച എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മളതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി അങ്ങോട്ട് അരിഞ്ഞ് ചെറുപറാന്ന് അങ്ങോട്ട് അരിയുക. അതിനുശേഷം അതിനെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ അമ്മിയൊന്നുമില്ല, അതുകൊണ്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കുക. വല്ലാണ്ട് കറക്കി അങ്ങോട്ട് പരിവാക്കണ്ട, ഒറ്റ കറക്കം മതി. അപ്പോഴേക്കും ഇതേ ഒരു ഷേപ്പിൽ അത് കിട്ടും. പിന്നെ ഒട്ടും നോക്കണ്ട, ആ തിളച്ച എണ്ണയിലോട്ട് വളരെയധികം അകലം പാലിച്ചുകൊണ്ട് അതിലേക്ക് ഇടുക. ഉണ്ടല്ലേ, ഇതേപോലെ അങ്ങോട്ട് ഇടുക. അതിനുശേഷം വീണ്ടും അകലം പാലിച്ചുകൊണ്ട് ഒരു കയ്യിലെടുത്തിട്ട് അതങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചോട്ടെ കേട്ടോ. ഈ തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ചെറുള്ളിയും പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഷേപ്പിൽ നിന്ന് വേറൊരു ഷേപ്പിലോട്ട് നമ്മൾ എത്തിക്കണം. അതിനൊരു 4 മിനിറ്റ് സമയം നമുക്ക് ആവശ്യമാണ്. അത് കഴിയുമ്പോൾ ഇതേ ഷേപ്പിലെത്തും. തക്കാളിയൊക്കെ ഉടഞ്ഞ് ഒരു പരുവായി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള 5 തരം പൊടികളുണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതേപോലെ അങ്ങോട്ട് ഇടുക. പിന്നെ നേരത്തെ ഇളക്കി യോജിപ്പിച്ച പോലെ തന്നെ വീണ്ടും എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അതെല്ലാം കൂടെ മിക്സപ്പാക്കി. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവരുത്, പൊടികളെല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു പ്രത്യേക തരം കളറിലേക്ക് അത് വരും. കരിയിക്കരുത് കേട്ടോ. എന്നാലും അതിൻ്റെ ഷേപ്പൊക്കെ മാറി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് തട്ടുക. ഇനി നമുക്ക് വേണ്ടത് ആ കയ്യിലെടുത്തിട്ട് ഈ പൊടികളെല്ലാം ഈ ചിക്കൻ്റെ മേലെ റോൾ ചെയ്ത് കയറ്റണം. എല്ലാ ചിക്കനും ആ പൊടിയിലിട്ടിട്ട് ഇങ്ങോട്ട് ഉരുട്ടി എടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വിനീഗറും ഒരല്പം വെള്ളവും ചേർക്കാറുണ്ട്. ഇത് വേവാൻ ആവശ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വരും. എന്നാലും ഞാൻ കുറച്ച് വെള്ളവും ഒരടപ്പ് വിനീഗറും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഞാനതിനെ ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കാനാണ് പോണത്. അപ്പം നന്നായി പാത്രം അടയ്ക്കുക, ഫ്ലെയിം നന്നായി കുറയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഇപ്പോൾ നോക്കി ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. അപ്പം ഞാൻ ഒന്ന് തുറന്നു നോക്കുകയാണ്. വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്നിറങ്ങി നന്നായി തിളച്ച് മറയുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി തിളച്ച് മറിഞ്ഞ് ആവിയൊക്കെ പോയി ഒരു പരുവത്തിലാണ് അതിരിക്കണേ. അപ്പോൾ അതിനൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് തപ്പി നോക്കാം. ഒന്ന് ഇളക്കി അതിനൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. അടിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ അടി പിടിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒന്നും കൂടെ അതൊന്ന് വേവാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ 20 മിനിറ്റ്സ് കൊണ്ടാണ് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇതിൽ 10 മിനിറ്റ്സേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത 10 മിനിറ്റ്സ് നമ്മൾ തീ നല്ലവണ്ണം കൂട്ടി അങ്ങോട്ട് ഇടുക. ബിഗ് ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാം. അടുത്ത 10 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ അതൊക്കെ തുറന്ന് നോക്കുക. എൻ്റെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. എന്താ ഒരു സ്മെല്ല്. അപ്പം ഇനി ഒട്ടും വൈകണ്ട, ചപ്പാത്തിയുടെ കൂടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് വിത്ത് ചപ്പാത്തി ഓർ പത്തിരി ഡിന്നർ എളുപ്പത്തിൽ വെറും 20 മിനിറ്റ്സ് ഉള്ളവർക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം.